തരൂ. ശരിയായി തരാട്ടാ. മെമ്പറേ, ആരാ ഇത്? റിസ്വാനോ? എന്നെ കണ്ടിട്ട് മാറി നടക്കല്ലേ നിങ്ങള്? ഞാൻ നിന്നെ കണ്ടിട്ടില്ലല്ലോ. ഓ. ഞാൻ ഓരോന്നും ഇങ്ങനെ ആലോചിച്ച് നടക്കേനി. ഓഹോ, എന്താലോചിച്ച് നടക്കേനി? നമ്മുടെ നാടിന്റെ ഒരു പോക്കേ, ആളുകൾ വർഗീയമായി ചേരി തിരിയുന്നു. ഓ, അതല്ലല്ലോ നിങ്ങൾ ആലോചിച്ചത്. അതുകൊണ്ടല്ലേ എന്നെ നിങ്ങൾ കാണാഞ്ഞ്? അത് അത് എന്ത്? എന്റെ മുന്നിലെങ്ങാൻ പെട്ട മനസ്സിലുള്ള മുഴുവൻ പുറത്താവുമല്ലോ എന്നല്ലേ നിങ്ങൾ ആലോചിച്ച്? സംഗതി ശരി തന്നെ. കദീസുമ്മ പറഞ്ഞതാ ശരി. മൂസാന്റെ മോൻ മെന്റലിസം പഠിച്ചു. ഇനി പ്രേതങ്ങളെ ഒഴിപ്പിക്കാൻ ഇവനെ വിളിച്ചാ മതിയല്ലോ. വലിയ ഫീസ് എന്നാ ഏത് പ്രേതത്തിനെ ഞാൻ പോയ്ക്കും. ഇപ്പൊ എനിക്ക് വേണ്ടത് പ്രേതത്തെ ഒഴിപ്പിക്കലല്ല, ഈ മെമ്പറുടെ മനസ്സൊന്നറിയണം. ഇയാൾ ഈ നാട്ടിൽ ആർക്കൊക്കെയാ പാര പണിയുന്നറിയണം. എന്റെ കുറെ ചങ്ങാതിമാര് പാര വെച്ചാണ് മെമ്പർ ആയത്. ഇനി MLA അവൻ ആർക്കൊക്കെ പാര പണിയുന്നറിയണം. കൊല്ലക്കുടിയിലാ പാര, അതെന്നാ പുറത്തെടുത്തെന്ന് അറിയാൻ പറ്റില്ല. അതെ, എനിക്ക് പഞ്ചായത്തിൽ അർജന്റ് ആയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ പോട്ടെ. നിക്ക്, അങ്ങനെ പോവല്ലേ. എന്തായത് അംബുജാക്ഷ? ഞാൻ തിരി തിരക്കില്ല. മെമ്പറുടെ ഉരുണ്ടുകളി മുഴുവൻ വിളിച്ച് തക്കിയിട്ട് പോയാൽ മതി. ഒരു ജനപ്രതിനിധി ഗ്ലാസ് പോലെ സുതാര്യമായിരിക്കണം. അവരുടെ മനസ്സ് ജനങ്ങൾക്ക് തെളിഞ്ഞ ജലാശയത്തിലെ അടിത്തട്ട് പോലെ കാണാൻ കഴിയണം. അതിമോഹമാണ് മോനെ അംബുജാക്ഷ, അതിമോഹം. മെമ്പറുടെ മനസ്സ് ഞാൻ ഇവിടെ നഗ്നമാക്കും. റിസ്വാനെ തുടങ്ങി. എന്ത് മനസ്സ് വായന? അങ്ങനെ സാമൂഹ്യ സേവനമൊന്നല്ല, വെറുതെ ചെയ്യാൻ പറ്റൂല. ഒരു 2000 രൂപയെങ്കിലും തരേണ്ടി വരൂ. അത് ഞാൻ ബക്കറ്റ് പിരിവ് നടത്തി വാങ്ങിച്ചു തരാം. പൈസ തന്നാലേ ഞാൻ വായിച്ചു കൊടുക്കും. ഡയലോഗ് ശരി. മെമ്പറുടെ മനസ്സ് വായന നമുക്ക് മൊബൈലിൽ ഷൂട്ട് ചെയ്യാം. അതിന് 5000 അല്ല 2000 വരെ ചെലവാക്കാൻ ഞാൻ അതോടിക്കുന്നു. ഓട്ട കണ്ടാലറിയാം എന്തോ ഒളിക്കാണ്ടെന്നില്ലേ? അതെ അമ്പൂട്ടാ, അമ്പൂട്ടന്റെ മനസ്സൊന്ന് വായിച്ചാലോ? വെറുതെ വേണ്ട, എല്ലാം തന്നെ ഫേസ്ബുക്കിൽ പാസ്വേഡ് അതിലാണ് കളി. എന്തൊരു മനുഷ്യനാണ് ഇതൊക്കെ. എല്ലാരും കള്ളന്മാര് തന്നെ.